അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ആൻഡ് സ്പീഡാണ്. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയും ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ പഠിച്ചിട്ടില്ല, ഇത് നിങ്ങൾ പുതിയ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ആവറേജ് വെലോസിറ്റി ടെൽസ് us how fast an object has been moving over a given time interval but does not tell us how fast it moves at different instants of time during that interval. അതായത് നിങ്ങൾക്കറിയാം ആവറേജ് വെലോസിറ്റിയാണ് നിങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ച വെലോസിറ്റി, ഇതുവരെ 10 വരെ ചെയ്തത് ആവറേജ് വെലോസിറ്റിയാണ്. അതെന്ന് വെച്ചാൽ ഇറ്റ് ടെൽസ് us how fast an object has been moving over a given time interval. ഒരു ടൈം ഇൻ്റർവെൽ എത്ര സ്പീഡിലാണ്, എത്ര ഫാസ്റ്റിലായിട്ടാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. പക്ഷേ അതെന്ത് പറയുന്നില്ല, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഒരു കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മൂവ് ചെയ്ത ഒരു ടൈമിൽ പെട്ടെന്ന് കണ്ണ് പൂട്ടി തുറക്കുന്ന ഒരു നേരത്ത് അതിൻ്റെ സ്പീഡ് എന്താണ് എന്ന്, അതായത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഒരു പ്രത്യേക ടൈമിൽ അതിൻ്റെ സ്പീഡ് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു വഴി അതിലില്ല. ബട്ട് ഡസൻ ടെൽ us ഹൗ ഫാസ്റ്റ് ഇറ്റ് മൂവ്സ് അറ്റ് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസ് ഓഫ് ടൈം ഡ്യൂറിങ് ദാറ്റ് ഇൻ്റർവെൽ. ഓക്കെ, ആ ഇൻ്റർവെല്ലിൽ ഓരോരോ ടൈമിലും അതായത് ഇപ്പം 2 സെക്കൻഡിനും 4 സെക്കൻഡിനും ഇടക്ക്, അതായത് 2 സെക്കൻഡിനും 4 സെക്കൻഡിനും ഇടക്ക് ഒരു ബോഡി മൂവിയാണ്. 2 സെക്കൻഡിനും 4 സെക്കൻഡിനും ഇടക്ക് ഒരു ബോഡി മൂവിയാണ്. അപ്പം 2 സെക്കൻഡിനും 4 സെക്കൻഡിനും ഇടയിലുള്ള എന്താണ് ആവറേജ് വെലോസിറ്റി പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 2.3333 അങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ വെലോസിറ്റി എന്താണെന്ന് ഒറ്റ ഇൻസ്റ്റൻറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് സിംപ്ലി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്. ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള വെലോസിറ്റിയാണ്, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഉള്ള ഒരു വെലോസിറ്റിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ പേര് തന്നെ ഉണ്ട് അത്. The velocity at an instant is defined as the limit of average velocity as the time interval becomes or tends infinitesimally small, very very but not equal to 0 ആണ്. In other words, അതായത് ഇത് പറയുന്നത്, ഇത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഡിഫൈൻഡ് ചെയ്തത് എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിലാണ്. വി ഇൻസ്റ്റൻറ്റേനിയസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, വേർ ഡെൽറ്റ ടി ടെൻസ് ടു 0. അതായത് ഇവിടെ നമ്മളോട് ലിമിറ്റ് പറയുന്നതാണ്. വെലോസിറ്റി അറ്റ് എൻ ഇൻസ്റ്റൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ലിമിറ്റ് ഓഫ് ആവറേജ് വെലോസിറ്റി. ആവറേജ് വെലോസിറ്റിയാണ് ഇത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആസ് ദി ടൈം ഇൻ്റർവെൽ ടെൻസ് ടു 0. ടൈം ഇൻ്റർവെൽ എന്ന് വെച്ചാൽ ഈ ഒരു ടൈം ഇൻ്റർവെൽ നമ്മൾ നേരത്തെ എടുത്ത 2-4 ടൈം ഇൻ്റർവെല്ലാണ് ഇത്ര. പക്ഷേ നമ്മൾ വളരെ സ്മോൾ ടൈം ഇൻ്റർവെൽ, വളരെ സ്മോൾ. ഓക്കെ, ആ ഒരു കാര്യമില്ല. അതായത് അതിൻ്റെ ടൈം ഇൻ്റർവെൽ ഡിഫറൻസ് ഇല്ല. ഇതിപ്പോൾ 4 - 2 എന്ന് വെച്ചാൽ 2 ആണ്. അതേപോലെ തന്നെ ഇവിടെ 2 ഇൻസ്റ്റൻറ്റ് ചെറുതെടുക്കുമ്പോൾ അതിൽ നിന്ന് മൈനസ് ചെയ്താൽ അതിൻ്റെ ഡിഫറൻസ് എന്തായിരിക്കണം, വളരെ ചെറുതായിരിക്കണം. ദാറ്റ് മീൻസ് 0ൻ്റെ അടുത്തായിരിക്കണം. 0 അല്ല, പക്ഷേ 0ൻ്റെ അടുത്ത് 0.0000000 അങ്ങനെ ഏറ്റവും വലിയ 1 അങ്ങനെ പറയുന്ന ഒരു വാല്യൂ ഉള്ളോട്ട് എത്ര ചെറുതാവോ അത്രയുള്ള ഒരു വാല്യൂ ആയിരിക്കണം ആ ഒരു ടൈമിലുള്ള ലിമിറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ അറിയോ? അങ്ങനെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡെൽറ്റ ടിയെ അങ്ങനെ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് എന്ത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിനെ നമുക്ക് സിംപ്ലി എങ്ങനെ എഴുതാം? dx/dt എന്ന് എഴുതാം. ഓക്കെ, dx/dt എന്ന് ഇതിനെ എഴുതാം. dx/dt it is the rate of change of position with respect to time at an instant. ഇത് നിങ്ങൾ മാത്സ് പഠിക്കും. ഫിസിക്സ് കുറച്ച് മുന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. മാത്സിലാണ് നിങ്ങളിത് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്. നിങ്ങൾ മാത്സിൽ ഇൻ്റഗ്രേഷൻ ചാപ്റ്ററിലൊക്കെ നിങ്ങൾ ഇത് പഠിക്കുന്നുണ്ട്, അതിൽ വരുന്നതാണിത്. പിന്നെ dx/dt സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ആൻഡ് അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ്. ഇതൊന്നുമില്ല, അതിൻ്റെ സിമ്പിൾ പറയുന്നതാണ്. ഇനി നമ്മൾ നോക്കേണ്ടതാണ്, നമുക്ക് ഒരു ഇക്വേഷൻ തന്നിരിക്കണ്ടേ. വെൻ എക്സ് ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ, എക്സ് ടി സ്ക്വയർ എന്നൊരു ഇക്വേഷൻ തന്നെ. ഇവിടെ എക്സ് പൊസിഷനാണ്, ഒരു പൊസിഷൻ ഈക്വൽ ടു ടി സ്ക്വയർ ടൈമിൻ്റെ സ്ക്വയറാണ്. ദെൻ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ച് നോക്കുന്നു. അപ്പോൾ ടൈം 0 ആകുമ്പോൾ x 0, ടൈം 1 ആകുമ്പോൾ x 1, ഇത് 2 ആകുമ്പോൾ ഇത് 4,
3 ആകുമ്പോൾ 9 അങ്ങനെയാണ് ഇത് വരുന്നത്. ടു ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് 1 സെക്കൻഡ് 2 സെക്കൻഡ് ആൻഡ് 3 സെക്കൻഡ്. നമുക്ക് എന്താണ് 1 സെക്കൻഡിലുള്ള അതിൻ്റെ ഒരു വെലോസിറ്റി കാണണം. 2 സെക്കൻഡിലുള്ള വെലോസിറ്റിയാണ് ഇവിടെ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് പൊസിഷൻ്റെതാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ വെച്ച് വെലോസിറ്റി 1 സെക്കൻഡിൽ എത്രയാണ്, 2 സെക്കൻഡിൽ എത്രയാണ്, 3 സെക്കൻഡിൽ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അതായത് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പം അതിന് നിങ്ങൾ മാത്സ് പഠിക്കുന്നതാണ്. ഇതിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx/dt. അതായത് ചേഞ്ച് ഇൻ ടൈം, വെരി സ്മോൾ ഇൻ ചേഞ്ച്, ഇൻസ്റ്റൻറ്റേനിയസ് ആണ് കേട്ടോ. ഇൻസ്റ്റൻറ്റേനിയസ് വെരി സ്മോൾ ചേഞ്ച് ഇൻ ടൈം ഡിവൈഡ് ബൈ വെരി സ്മോൾ ചേഞ്ച് ഇൻ ടൈം dx/dt. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. ഓക്കെ, ഇനി അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ എക്സ് ഒരു ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്നുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു a⁻x പ്ലസ് b⁻y. അങ്ങനെയാകുമ്പോൾ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് d/x പകരം നമ്മൾ a⁻x പ്ലസ് b⁻y എന്ന് കൊടുക്കുന്നു. d/dx അതായത് dt ഇവിടെ തന്നെ കൊടുക്കുന്നു. d/dt ഓഫ് a⁻x പ്ലസ് b⁻y. ഇത് d/dt ഓഫ് x എന്നാണ് വായിക്കുക. ഇത് d/dt ഓഫ് a⁻x പ്ലസ് b⁻y. അങ്ങനെയാകുമ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇത് എക്സ് ഇങ്ങോട്ടേക്ക് വരും. എക്സ് ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് ആവും. ഇൻറ്റു എ തന്നെ x⁻−1 ഈ പവറിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യുന്നു പ്ലസ് y ഇൻറ്റു b⁻y−1. ഇത് മനസ്സിലായോ? ഇനി ഒന്നും വേണ്ട, നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക, എക്സ് ഈസ് ഈക്വൽ ടു x⁻n എന്ന് ഒരു ഇക്വേഷൻ എടുക്കുകയാണെന്ന് കരുതുക. ഇതിൻ്റെ v ഈസ് ഈക്വൽ ടു dx/dt. അതെങ്ങനെയാണ് എഴുതുക? d/dt ഓഫ് x⁻n. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് d/dt ഓഫ് x⁻n ഡിഫൈൻ ചെയ്തിരിക്കുന്നത് n(x⁻n−1). ഇതാണ്, ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡിഫറൻഷിയേഷനാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണ്. എന്നിട്ടൊരു കറക്റ്റ് എക്സാക്റ്റ് വാല്യൂയിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡിനെ. അപ്പോൾ നമുക്ക് x=t² എന്ന വാല്യൂവിനെ നമ്മളെങ്ങനെ മാറ്റി എഴുതാം വെലോസിറ്റിയുടെ ടേമിലേക്ക്? v d/dt ഓഫ് എക്സിന് പകരം എന്താണ് t². അത് മാറ്റിയാൽ എന്താണ് 2 × t 2⁻−1 = 2t. 2-1 തന്നെയാണ്. അപ്പോൾ നമുക്ക് 2t. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇനി നമുക്ക് എന്താണ് പറയുന്നത്? നമ്മളോട് 1 സെക്കൻഡ് 2 സെക്കൻഡ് 3 സെക്കൻഡുകളിലെ വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ 1 സെക്കൻഡിൽ എന്താണ് v = 2 × 1. ഓക്കെ, = 2. 2 സെക്കൻഡിലാണെങ്കിലോ v = 2 × 2 = 4 മീറ്റർ/സെക്കൻഡ് ഉണ്ട്. മീറ്റർ/സെക്കൻഡ് ഇതിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ 3 സെക്കൻഡിലാണെങ്കിൽ v = 2 × 3 = 6 മീറ്റർ/സെക്കൻഡ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. മനസ്സിലായോ? ഈ ഒരു രീതിയിലാണ് നമ്മൾ മാറ്റി എഴുതുന്നത്. ഇനി ഇതൊക്കെ നിങ്ങൾ ഏതിൽ പഠിക്കുന്നതാണ്? മാത്സ് പഠിക്കുന്നതാണ്. ഇത് ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ റൂള്. നിങ്ങൾക്ക് മാത്സിൻ്റെ ഈ ഫിസിക്സിൻ്റെ ടെസ്റ്റിൽ തന്നെ ഇതുണ്ട്. അതിൻ്റെ ഞാൻ പിക്ചർ ഇതാ, ആ ഒരു പിക്ചർ, ആ പേജ് നമ്പറും പിക്ചറും ഇതാ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഇടും. വെൻ ദ നേച്ചർ ഓഫ് പൊസിഷൻ, അതിൻ്റെ റൂളാണ്, ഡിഫറൻഷിയേഷൻ്റെ റൂളുകളാണ് അവിടെ ഇടുന്നത്. ഇൻ്റഗ്രേഷനും വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഡിഫറൻഷിയേഷനാണ് ആദ്യം വരുന്നത്. ഓക്കെ, വെൻ ദ നേച്ചർ ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് നോൺ യൂണിഫോം ദെൻ ദ വെലോസിറ്റി ഈസ് നോട്ട് സെയിം ഇൻ സച്ച് മോഷൻ. ടു ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് എനി ടൈം വി യൂസ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി മെത്തേഡ്. അതായത് ഇങ്ങനെ പോകുന്നത് യൂണിഫോം ആക്സലറേറ്റഡ് മോഷൻ, അതായത് വെലോസിറ്റിയിൽ പോകുന്ന ഒരു ബോഡിയാണിത്. കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവറേജ് വെലോസിറ്റി, നമുക്ക് ആവറേജ് വെലോസിറ്റി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു ബോഡി ഇങ്ങനെ പോകുന്നതാണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യണം? ഓരോ ഇൻസ്റ്റൻറ്റിലെയും കാണേണ്ട വരും വെലോസിറ്റി. ഈ ഒരു ഇൻസ്റ്റൻറ്റിലുള്ളത്, ഈ ഒരു ഇൻസ്റ്റൻറ്റിലുള്ള വെലോസിറ്റിയൊക്കെ കാണേണ്ടി വരും. ആ ഒരു കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി മെത്തേഡ് ഉപയോഗിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്.